ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ പോകുമ്പോൾ ഇനി അധിക തുക കയ്യിൽ കരുതിക്കും. ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും. ആധാറിലെ പേര്, ജനനത്തീയതി, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ, ഫോട്ടോ, വിരലടയാളം, കണ്ണിന്റെ അടയാളം എന്നിവ പുതുക്കാനും തിരുത്താനുമാണ് ചെലവ് കൂടുക. 2 ഘട്ടങ്ങളിലായാണ് വർധനവ്. 50 രൂപയുള്ള സേവനങ്ങളുടെ നിരക്ക് ആദ്യഘട്ടത്തിൽ 75ആയും 100 രൂപയുള്ളത് 125ആയും കൂട്ടും. ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്ക് 2028 സെപ്റ്റംബർ 30 വരെ തുടരും. ശേഷം രണ്ടാം ഘട്ടത്തിൽ 75 രൂപ നിരക്ക് 90ആയും 125 രൂപ നിരക്ക് 150ആയും ഉയരും. 2028 ഒക്ടോബർ 1 മുതൽ 2031 സെപ്റ്റംബർ 30 വരെയാണ് രണ്ടാം ഘട്ട നിരക്കിന്റെ കാലാവധി. അതേസമയം ആധാർ പുതുക്കാനായി എടുക്കുന്നതിന് പണം നൽകേണ്ട. 5 മുതൽ 7 വരെയും 15 മുതൽ 17 വയസ്സ് വരെയുമുള്ള നിർബന്ധിത ബയോമെട്രിക് പുതുക്കലും സൗജന്യമാണ്. ഇതിനുള്ള തുക അതോറിറ്റി നേരിട്ട് സേവന കേന്ദ്രങ്ങൾക്ക് നൽകും. എന്നാൽ 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയും 17 വയസ്സ് മുതൽ മുകളിലേക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിന് പണം നൽകണം. ഇതിന്റെ നിരക്ക് 100-ൽ നിന്ന് 125ആയി ആദ്യഘട്ടത്തിലും 150ആയി രണ്ടാം ഘട്ടത്തിലും ഉയർത്തിയിട്ടുണ്ട്. ആധാർ അതോറിറ്റിയുടെ പോർട്ടലിലൂടെ പൊതുജനങ്ങൾ നേരിട്ട് തേടുന്ന സേവനങ്ങളുടെ നിരക്ക് 50-ൽ നിന്ന് 75 ആക്കിയിട്ടുണ്ട്. സേവന കേന്ദ്രങ്ങൾക്ക് ആധാർ അതോറിറ്റി നൽകുന്ന തുകയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഏറെക്കാലമായി തുക കിട്ടാതിരുന്ന സേവന കേന്ദ്രങ്ങൾ പുതിയ പരിഷ്കരണത്തോടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്.